സച്ചിയുടെ കൂട്ടുകാരന്റെ ഭാര്യയാണോ? ആ അതെ. മോളിരിക്കെ, എനിക്ക് പെട്ടെന്ന് പോകണം. ഇത് സച്ചി ഏൽപ്പിക്കാൻ എന്റെ ഹസ്ബൻഡ് തന്നതാ. എന്താ ഇത്? ഇത് കുറച്ച് പണവും. ഇത് ഇവിടെ തരാൻ പറഞ്ഞിട്ട് ഇക്ക ഇന്നലെ പോയി. മോളുടെ ഭർത്താവിന്റെ പേരെന്താ? അത് സച്ചിക്ക് അറിയാം. ഈ പണം കൊടുത്താ മതി. ദാ. മോള് ചായ കുടിച്ചിട്ട് പോ. അയ്യോ സമയമില്ല, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഒരു ചായെങ്കിലും കുടിച്ചിട്ട് പോയാ പോരെ? അതൊക്കെ ഇനിയൊരിക്കലാവാം. അപ്പോ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലേ? ഇല്ല, നാളെ കൊടുക്കുമെന്ന് അറിഞ്ഞത്. എഴുതി അയാൾ എന്ത് റിപ്പോർട്ട് വേണമെങ്കിലും കൊടുത്തോട്ടെ. എന്റെ ഏട്ടത്തിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതായി ജീവിതം. ഏട്ടത്തി തോക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും കേസ് മാറ്റിവെച്ചത് നന്നായി. അല്ലെങ്കിൽ സന്ദീപ് സാറിനെ ഈ നിലയിൽ കോടതി കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. കോടതി മുറിയിൽ മദ്യവെച്ചിട്ട് വന്നാ കണക്കൂട്ടിലെല്ലാം തെറ്റും. ചിലപ്പോ ജാമ്യം പോലും കിട്ടിയെന്ന് വരില്ല. സന്ദീപേ, നിന്റെ സ്വാതന്ത്ര്യത്തെക്കാരും ഞാൻ ഇടപെടുകയല്ല. തൽക്കാലം കുറച്ചു ദിവസത്തേക്കെങ്കിലും ഈ മദ്യപാനം ഒന്ന് നിർത്തിവെക്ക. ഏട്ടത്തി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. എന്റെ ജീവൻ വേണമെങ്കിലും തരും. നിന്റെ ജീവൻ എനിക്ക് ആവശ്യമില്ല. പകരം നിന്നെ കൊണ്ട് ഞാൻ നിന്റെ കൂടപ്പറപ്പിന്റെ ജീവൻ എടുപ്പിക്കും. അതിനുവേണ്ടിയാ നിന്നെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം സാക്ഷി വിസ്താരം തുടങ്ങും. അവളെ സൂക്ഷിക്കണം, അഡ്വക്കേറ്റ് ആരതിയെ. നമ്മളെ തീർക്കാൻ അവൾ എന്തൊക്കെ ആയുധങ്ങളാ കൂട്ടിവെച്ചിരിക്കുന്നെന്ന് നമുക്കറിയില്ലല്ലോ. അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഗോകുല് തന്നെ അവർക്ക് ചോർത്തി കൊടുക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിരുന്നല്ലോ ഈ അഡ്വക്കേറ്റ് ആരതി. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഗോകുൽ അങ്ങനെ ഒരാളല്ല. സൗഹൃദവും ബന്ധങ്ങളും ഒന്നും പ്രൊഫഷണൽ അയാൾ കൂട്ടിക്കുഴയ്ക്കില്ല. ഇത്ര അടുപ്പമുണ്ടായിരുന്നിട്ടും കമ്മീഷന്റെ തെളിവെടുപ്പിനായി ഞാനുമായി സംസാരിച്ചപ്പോ അയാള് പരിചയഭാവം പോലും കാണിച്ചില്ല. അതുകൊണ്ട് അഡ്വക്കേറ്റ് ആരതിക്ക് കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ ചോർന്നു കിട്ടും എന്നുള്ള പേടിയൊന്നും വേണ്ട. കമ്മീഷന്റെ തെളിവെടുപ്പിന് ഗോകുൽ വിളിപ്പിച്ചത് വീട്ടിലേക്കല്ല, ഓഫീസിലേക്കാ. 100% പ്രൊഫഷണലായ ഒരു അഡ്വക്കേറ്റ് ആണ് ഗോകുൽ. ആരാ മൂർത്തി? ഓ CIM വന്നോ? കോടതിയിൽ സാക്ഷി എങ്ങനെ പറയണമെന്ന് പഠിപ്പിക്കാനായിരിക്കും വക്കീല് വന്നല്ലേ? എന്റെ ഓഫീസിലും വീട്ടിലും ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നെ ബോധ്യപ്പെടുത്തണ്ട, പക്ഷേ കോടതിയെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തേണ്ടി വരും. അതൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം. സാറ് വന്ന കാര്യം എന്താന്ന് പറഞ്ഞാ മതി. അന്ന് സ്കൂളിൽ വെച്ച് മേഡത്തിന്റെ തോക്ക് പൊട്ടിയൊരു കേസില്ലേ, അതൊന്ന് പൊടിതട്ടിയെടുക്കാൻ SP-യുടെ ഉത്തരവുണ്ട്. എനിക്ക് ആ തോക്കിന്റെ ലൈസൻസ് ഒന്ന് കാണണം. അത് പരിശോധിക്കാനാ ഞാൻ ഇപ്പൊ വന്നത്. അപ്പോ ലാഭവിഹിതത്തിന്റെ കണക്ക് പറയാനല്ല, എന്നെ കുരുക്കാനാണ് സാറിന്റെ വരവ്. അന്ന് നമ്മളെല്ലാം പറഞ്ഞു തീർത്തതാണ്. അതിന് പകരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതുമാണ്. പക്ഷെ മേഡം ഇപ്പൊ അത് അംഗീകരിക്കുന്നില്ലല്ലോ. ഞാനുമായിട്ട് ഒരു ഇടപാടും ഇല്ലെന്നല്ലേ കഴിഞ്ഞ ദിവസം മേഡം എന്നോട് പറഞ്ഞത്. അപ്പൊ പിന്നെ കാര്യങ്ങള് അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതല്ലേ നല്ലത്. ഇതിൽ കുരുങ്ങിക്കിടക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ, സാറിന്റെ അളിയന്റെ മോളും ഇല്ലേ, ആ കൊച്ചല്ലേ.
ആ തോക്ക് ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയി സ്കൂളിൽ വെച്ച് വെടിവെച്ചത്? നടപടി എടുക്കുമ്പോ അതും കൂടി ഓർക്കണം. ഏയ് അതൊരു മൈനർ പെൺകുട്ടിയാ. നിയമത്തിന്റെ പരിരക്ഷ ആ കുട്ടിക്ക് കിട്ടും. പക്ഷെ ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ചതിന് മേഡത്തിനെതിരെ കേസെടുക്കേണ്ടി വരും. 24 മണിക്കൂർ ഞാൻ സമയം തരും. അതിനകം ലൈസൻസ് എന്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കണം. എന്തായാലും വക്കീലായ അളിയനോട് ചോദിച്ചിട്ട് മതി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പറഞ്ഞതൊന്നുമല്ല സാറിന്റെ മനസ്സിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മറ്റെന്തോ മനസ്സിൽ ഉദ്ദേശമുണ്ടായി വരവെന്നും അറിയാം. അതെന്താണെന്ന് തുറന്നു പറഞ്ഞാൽ നമുക്ക് ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാമല്ലോ. അപ്പോ മേഡത്തിന് കാര്യം മനസ്സിലായി. എന്നാ പിന്നെ തുറന്നങ്ങ് പറഞ്ഞേക്കാം. ഗോകുലിന്റെ, അതായത് എന്റെ അളിയന്റെയും സമൃദ്ധയുടെയും ജീവിതത്തിൽ കയറി കളിക്കാൻ ഇനി നിങ്ങൾ നിൽക്കരുത്. ഓ, അപ്പോ അതാണ് കാര്യം. അതെ, അത് തന്നെയാണ് കാര്യം. ഹും. മരണത്തിന്റെ മുമ്പിൽ നിന്നും തിരിച്ചു വന്ന എന്നെ പരിചരിച്ചതും എനിക്ക് സ്നേഹം നൽകിയതും എന്റെ ഭാര്യയേക്കാൾ കൂടുതൽ എന്റെ അളിയനും സമൃദ്ധയാണ്. സമൃദ്ധയോ? ഏത് സമൃദ്ധ? അർച്ചന. എന്റെ പഴയ ഭർത്താവിന്റെ അനിയൻ സച്ചിയുടെ ഭാര്യ അർച്ചന. അവളെങ്ങനെ സമൃദ്ധയായി? സാറിനും അതിലൊരു പങ്കുണ്ടല്ലോ. എന്റെ പങ്കൊക്കെ അവിടെ നിൽക്കട്ടെ. നെല്ലിശ്ശേരിയുമായിട്ടുള്ള സ്വത്ത് തർക്ക കേസിൽ നിങ്ങൾ തോൽക്കാൻ പോകുന്നു. അതിന്റെ ബലത്തില് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന നിലവാരമില്ലാത്ത കളികളുണ്ടല്ലോ, ഇനി അത് ആവർത്തിക്കരുത്.